ജനസംഖ്യ കുറഞ്ഞ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് നോമിനേഷനിലൂടെ നിയമസഭയിലും പാർലമെന്റിലും ആളുകളെ അംഗങ്ങളെ നിയമിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ ഗവർണർക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കുമുണ്ട്. പക്ഷേ ചവളക്കാരൻ സമുദായം എല്ലാ മേഖലകളിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ട ഒരു സമുദായമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യം ചവളർ സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിന് ചവളർ സമുദായത്തിലെ യുവജന വിഭാഗങ്ങൾ പീതപതാക വാനോളം ഉയർത്തിക്കൊണ്ട് മുന്നേറണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ സമരം ആഗസ്റ്റ് 24-ാം തീയതി നടത്തുന്ന ഈ സമരം ഒരു തുടക്കം മാത്രമാണ്. എന്തിനാണ് ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങളെ ഈ പിന്നോക്ക ക്ഷേമ സമിതി ഭയപ്പെടുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ഹിന്ദു സമൂഹത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവും നൽകാതെയാണ് പിന്നോക്ക ക്ഷേമ സമിതി അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. ഇതിന് മാറ്റമുണ്ടാകണം. ഇതിന് മാറ്റമുണ്ടായില്ലെങ്കിൽ ഇന്നിവിടെ ഈ സമുദായത്തിന്റെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിന് മാറ്റമുണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാനായിട്ട് തയ്യാറാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റണം. അദ്ദേഹം വാരിക്കോരി കൊടുക്കുന്നു. ചില സമുദായങ്ങൾക്ക്, ചില മതവിഭാഗങ്ങൾക്ക് അദ്ദേഹം വാരി കൊടുക്കുന്നു. അതേസമയം ഹിന്ദു ന്യൂനപക്ഷ സമുദായങ്ങൾ ചെന്നാൽ അവരുടെ നേതാക്കന്മാരെ പോലും പരിഗണിക്കാനായിട്ട് ഒരു മാന്യത കാണിക്കാത്ത അദ്ദേഹം നിവേദനങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. സാധാരണക്കാരന് അരി നൽകുന്നത് അത്തരത്തിലുള്ള നിവേദനങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള സമുദായങ്ങളുടെ സംസ്ഥാന നേതാക്കളെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നു കഴിഞ്ഞാലും ഒരു മുഖ്യമന്ത്രി ആളുകളിൽ നിന്ന് ക്യൂ നിർത്തിക്കൊണ്ട് നിവേദനം സ്വീകരിക്കുന്ന ഒരു നിലപാട്